ഓശാനയോടനുബന്ധിച്ചുകൊണ്ട് ഇന്നലെ ഡൽഹിയിൽ നടത്താനിരുന്ന കുരിശിൻ്റെ വഴിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരുന്നില്ല. അതിൽ ക്രൈസ്തവ വിശ്വാസികൾക്കിടയിലും ക്രൈസ്തവ സംഘടനകളിലും വലിയ അമർഷം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ലത്തീൻ അതിരൂപത തിരുവനന്തപുരം വികാരി ജനറൽ ഫാദർ യൂജിൻ പെരേര മീഡിയയോടൊപ്പം ചേരുകയാണ്. കേന്ദ്ര സർക്കാർ ഇപ്പോൾ സുരക്ഷാ കാരണങ്ങളാൽ കുരിശിൻ്റെ വഴിക്ക് അനുമതി നൽകാൻ കഴിയില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് അതിന് അനുമതി നിഷേധിച്ചത്. ഈ ഒരു സംഭവത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ലത്തീൻ സഭ? ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. പൗരന്മാരുടെ അവകാശങ്ങൾ നമ്മുടെ ഭരണഘടന സംരക്ഷിക്കുന്ന ഒരു രാജ്യമാണ്. ഡൽഹി സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിനോട് ചേർന്ന് പതിവായി നടത്തിക്കൊണ്ടിരുന്ന ഒരു ഓശാന ഞായറാഴ്ചത്തെ പ്രദക്ഷിണമാണ് തടസ്സപ്പെട്ടത്. ഇത് ആദ്യമായിട്ട് ആരംഭിക്കുന്നതല്ല. ഇപ്പോൾ പെട്ടെന്ന് പോലീസ് അങ്ങനെ ഒരു നിയന്ത്രണം കൊണ്ടുവന്നപ്പോൾ ഇത് ധാരാളം ദുരൂഹതകൾക്ക് ഇടയാക്കുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ രാജ്യം ഒരു മതവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണ്. ആ രാജ്യത്ത് മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ വളരെ അച്ചടക്കത്തോടുകൂടി, മാത്രമല്ല ക്രൈസ്തവ ആഘോഷങ്ങളോട് ചേർന്ന് നടത്തുന്ന ഇത്തരം പ്രദക്ഷിണങ്ങൾ അത് വളരെ അച്ചടക്കത്തോടും അതുപോലെ വാഹനങ്ങളൊക്കെ നിയന്ത്രിക്കാതെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വളരെ ആശങ്ക ഉളവാക്കുന്നു. നമ്മുടെ രാജ്യത്ത് ഈ അസഹിഷ്ണുത പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയിലാണ് നിലപാടുകൾ പ്രോഗ്രസ് ചെയ്യുന്നത്. ഇന്നലെ നടത്താനിരുന്ന പ്രദക്ഷിണം, ഓശാന ഞായറാഴ്ചയോട് അനുബന്ധിച്ചുള്ള പ്രദക്ഷിണം, അത് പതിവ് പ്രദക്ഷിണമാണ്. പെട്ടെന്ന് തടസ്സപ്പെടുത്തിയപ്പോൾ തീർച്ചയായിട്ടും അത് വലിയ ആശങ്ക ഉളവാക്കുന്നു. അത് ഞങ്ങളുടെയൊക്കെ ഒരു ആത്മവീര്യം തന്നെ നഷ്ടപ്പെടുത്തുന്നു. ഇത്തരം നിലപാടുകൾ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ മനസ്സിൽ കൂടുതൽ സംഘർഷങ്ങളും ആശങ്കകളുമാണ് ഉയർത്തുന്നത്. ഡൽഹിയിൽ തന്നെ ഇതിനകം തന്നെ ഈ നടപടിയോട് പ്രതിഷേധിച്ചുകൊണ്ട് അഭിപ്രായങ്ങൾ നടത്തി വന്നു. തീർച്ചയായിട്ടും ഇത്തരം നിലപാടുകൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ മതസഹിഷ്ണുതയും മതസൗഹാർദ്ദവും ഒക്കെ പുലർത്തുന്ന രീതിയിൽ നിയന്ത്രണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയന്ത്രണങ്ങളാകാം. പക്ഷേ ഇത്തരം മറ്റ് ചില തടസ്സങ്ങൾ വച്ച് ഇത്തരം നടപടികളെ നിഷേധിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ അന്തസ്സിന് വിരുദ്ധമാണ്. ഇതിപ്പോൾ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളോട് സംഘപരിവാറും BJPയും കാണിക്കുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഓരോ ഇത്തരം വിഷയങ്ങളോട് പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് ക്രൈസ്തവരടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ ഇനിയിപ്പോൾ BJP ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണോ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല, ഇത് ഏത് മേഖലയിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ്. ഇപ്പം മധ്യപ്രദേശിൽ ധാരാളം വിദ്യാർത്ഥിനികളെ നഴ്സിംഗ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആ കലാലയവുമായി ബന്ധപ്പെട്ട് എന്തോ പ്രശ്നമുണ്ടതിൻ്റെ പേരിൽ കലാലയം തന്നെ നിർത്തലാക്കണമെന്ന് പറയുന്ന ഒരു സമീപനം, അത്തരം വളരെ അസഹിഷ്ണുതയോടുകൂടിയുള്ള സമീപനങ്ങൾ അത് തടയണം. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന് പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന അവകാശങ്ങളാണ് നിഷേധിക്കപ്പെടുന്നത്. അത്തരം കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഡൽഹിയിൽ, മധ്യപ്രദേശിൽ, UPയിൽ അങ്ങനെ പല സംസ്ഥാനങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ, ക്രൈസ്തവരടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ അത്ര അക്രമ സംഭവങ്ങൾക്ക് വിധേയരാകുമ്പോൾ ഇതൊന്നും നമ്മുടെ നാട്ടിൽ വരുന്നില്ലല്ലോ എന്നുള്ള ആശ്വാസം നമുക്കുണ്ട്. പക്ഷേ ഈ രീതിയിൽ മുമ്പോട്ട് പോയാൽ നമ്മുടെ വാതിൽക്കലും ഇത്തരം സംഭവങ്ങൾ വരുമോ എന്നുള്ള ആശങ്കയോടുകൂടി കഴിയേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ കേരളത്തിലും ഉണ്ടായി പോകുന്നു എന്നുള്ള സ്ഥിതിവിശേഷത്തിലേക്കാണോ നമ്മൾ കടന്നു പോകുന്നത്? തീർച്ചയായിട്ടും കേരളത്തിലും ഇത്തരം ഈ അനധികൃതമായ ഇടപെടലുകൾ ക്രൈസ്തവരുടെ നേർക്കും ന്യൂനപക്ഷങ്ങളുടെ നേർക്കുമൊക്കെ വളർന്നു വരികയാണ്. അങ്ങനെ അസഹിഷ്ണുതയുടെ ഒരു അന്തരീക്ഷം നമ്മളെല്ലാവരും കണ്ടതാണ്. മണിപ്പൂരിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഭരണ സംവിധാനത്തിൻ്റെ ഉത്തരവാദിത്വമാണ് അടിയന്തരമായി ഇടപെട്ട് അത് വ്യാപിക്കാതിരിക്കുവാനും അത് കൂടുതൽ സങ്കീർണമാകാതിരിക്കാനും ഇടപെടേണ്ടതും പരിഹരിക്കേണ്ടതും. പക്ഷേ വർഷങ്ങളോളമായി ആ കാര്യത്തിൽ കേരളത്തിലെ വിശ്വാസ സമൂഹവും പൊതുസമൂഹവും ഒക്കെ ആവശ്യത്തിലേറെ പ്രതികരിച്ചു. പക്ഷേ ഈ അടുത്ത കാലത്താണ് മുഖ്യമന്ത്രി രാജി കൊടുക്കുകയും അതോടൊപ്പം തന്നെ ആ പ്രശ്നം ഇപ്പോഴും പ്രശ്നമായിട്ട് തന്നെ നിലനിൽക്കുന്നൊരു അവസ്ഥയാണ്. ഇത്തരം പ്രശ്നങ്ങളെ വലിച്ചിഴച്ച് നീട്ടിക്കൊണ്ടുപോകുന്നത് കൂടുതൽ
സ്ഥിതിവിശേഷം സങ്കീർണമാകാനായിട്ട് ഉപകരിക്കത്തുള്ളൂ. ഇതിപ്പോൾ മണിപ്പൂർ അടക്കമുള്ള സംഭവങ്ങൾ നമുക്ക് മുമ്പിൽ പാഠമാണ്. അപ്പോൾ ഈ രീതിയിൽ കേന്ദ്ര സർക്കാർ തുടരുന്ന ഈ ഒരു സമീപനം അല്ലെങ്കിൽ ഒരു വർഗീയവൽക്കരണത്തിനുള്ള ശ്രമം സംഘപരിവാർ നടത്തുന്നത് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നടത്തുന്നത് നമ്മുടെ നാട്ടിലേക്ക് വന്നുകൂടായികയില്ലാത്ത ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു എന്നുള്ളൊരു ആശങ്കയുണ്ടോ? അല്ല, കേരളത്തിലും ഈ അടുത്ത കാലത്ത് ചില ദേവാലയങ്ങൾക്ക് നേരെ കുരിശുകൾ സ്ഥാപിച്ചിരുന്ന ഇടുക്കി മേഖലകളിലൊക്കെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ അത്തരം രംഗങ്ങളിൽ ഗൗരവത്തോടുകൂടിയുള്ള ഇടപെടലുണ്ടാകണം. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും ജാഗ്രത പുലർത്തിയെങ്കിൽ മാത്രമേ കേരളം വർഷങ്ങളായി പടുത്തുയർത്തിയ സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ അന്തരീക്ഷം നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഡൽഹിയിൽ സേക്രഡ് ഹാർട്ട് പള്ളി നടത്താനിരുന്ന ഓശാന ശുശ്രൂഷ അനുബന്ധിച്ചുള്ള പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ചത് അങ്ങേയറ്റം ആശങ്കയോടുകൂടിയാണ് ലത്തീൻ സഭ നോക്കിക്കാണുന്നത് എന്നുള്ള കാര്യമാണ് വികാരി ജനറൽ ഫാദർ യൂജിൻ പെരേര പറയുന്നത്. യു പിയിലും മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമൊക്കെ നടക്കുന്ന കാര്യങ്ങൾ കേരളത്തിലേക്ക് വരുമോ എന്ന് ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടി മുമ്പിലുണ്ട്. ഇതിനെ ഗൗരവത്തിൽ കാണണം. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ കൃത്യമായിട്ട് സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉറപ്പുവരുത്തണം എന്നുള്ള കാര്യം കൂടിയാണ് ഫാദർ യൂജിൻ പെരേര പറയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് രാജീവിനൊപ്പം ഷിജോ കുര്യൻ, മീഡിയ 1.